ഹലോ എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഇവിടെ നിങ്ങളുടെ കൂടെ ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷം. അതെ, ഇന്ന് വ്യാഴാഴ്ചയല്ല, ഫെബ്രുവരി 19 ആണ്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു. ഇവിടെ യുകെയിൽ വീണ്ടും നല്ല തണുപ്പാണ്. നാളെയോടെ ചൂട് കൂടുമെന്ന് കരുതുന്നു. നമ്മുടെ റാഫേൽ സഞ്ജമാനെ ഒന്ന് പ്രത്യേകം ഓർക്കുന്നു. അദ്ദേഹം പുതിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഉടൻ തന്നെ ഈ ചാനലിൽ വരും. പുതിയ വീഡിയോ ചെയ്തതിന് നന്ദി റാഫേൽ. അത് ലഭ്യമാകുമ്പോൾ എല്ലാവരും ഒന്ന് കാണുക. കൂട്ടുകാരെ, ഞാൻ പങ്കുവെക്കുന്ന എല്ലാ വീഡിയോകളുടെയും ഡിസ്ക്രിപ്ഷനിൽ ആ വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലേക്കുള്ള ലിങ്ക് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ മേഗൻ മിച്ചലും ഒരു പുതിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ റെൻഡറിംഗ് കഴിഞ്ഞാലുടൻ അതും ഈ ചാനലിൽ വരും. നിങ്ങൾ രണ്ടുപേരും തുടർച്ചയായി ലൈവ് വീഡിയോകൾ ചെയ്യുന്നതിൽ സന്തോഷം. ശരി, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് കാഴ്ചപ്പാടും യാഥാർത്ഥ്യവും തൽനായത് അദേത് ജോദയായി എന്ന വിഷയമാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് നല്ല താൽപ്പര്യം തോന്നി. കാരണം ഗവേഷണം തുടങ്ങുന്നതിന് മുമ്പ് എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തയല്ല പഠിച്ചു വന്നപ്പോൾ എനിക്ക് ലഭിച്ചത്. കാഴ്ചപ്പാടിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കാഴ്ചപ്പാടും യാഥാർത്ഥ്യവും എത്രത്തോളം വ്യത്യസ്തമാണെന്നും നമുക്കറിയാം. നമ്മുടെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ധാരണയായിരിക്കില്ല അതിന്റെ യഥാർത്ഥ അവസ്ഥ. രാഷ്ട്രീയത്തിലും സെലിബ്രിറ്റികളുടെ കാര്യത്തിലും വ്യക്തികളിലും ബിസിനസ്സിലും ഒക്കെ ഇത് നമ്മൾ കാണാറുണ്ട്. ബിസിനസ് കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ പുറത്തുകൊണ്ടുവന്നു. ബിസിനസ്സിൽ പലപ്പോഴും കേവലമായ യാഥാർത്ഥ്യത്തേക്കാൾ വിജയത്തെ നിശ്ചയിക്കുന്നത് ആളുകളുടെ കാഴ്ചപ്പാടുകളാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷേ അത്ഭുതം തോന്നാം. ഒരു ഉപഭോക്താവോ നിക്ഷേപകനോ ജീവനക്കാരനോ ആകട്ടെ, അവരുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്നത് വസ്തുനിഷ്ഠമായ സത്യത്തേക്കാൾ ഉപരി അവർ ആ കാര്യത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വസ്തുതകളും ഡാറ്റയും ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയും ഒക്കെയാണ്. എന്നാൽ കാഴ്ചപ്പാട് എന്നത് ആ ബ്രാൻഡ് നൽകുന്ന പ്രതിച്ഛായയും മാർക്കറ്റിംഗും അവർ ഉണ്ടാക്കിയെടുക്കുന്ന സൽപ്പേരും ഒക്കെയാണ്. പലപ്പോഴും ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തേക്കാൾ വലിയ സ്വാധീനം ചെലുത്തുന്നു. അതുകൊണ്ട് ഈ വിടവ് നിയന്ത്രിക്കുക എന്നത് വളരെ പ്രധാനമാണ്. കാഴ്ചപ്പാടുകൾ തെറ്റിയാൽ അത് അവിശ്വാസത്തിലേക്ക് നയിക്കും. അതേസമയം നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുത്താൽ ബ്രാൻഡിന്റെ മൂല്യം വർദ്ധിപ്പിക്കാനും സാധിക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? ലളിതമായി പറഞ്ഞാൽ, ഒരു കമ്പനി അവരുടെ മാർക്കറ്റിംഗിലൂടെയോ പരസ്യങ്ങളിലൂടെയോ നൽകുന്ന വാഗ്ദാനങ്ങളാണ് ആളുകളുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടാക്കുന്നത്. അത് ആളുകളുടെ ഭാവനയെ ഉണർത്തുന്നു. പിന്നീട് ആ ഉൽപ്പന്നം നേരിട്ട് ഉപയോഗിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം, കാഴ്ചപ്പാട് യാഥാർത്ഥ്യത്തേക്കാൾ വലുതാകുന്നത് എല്ലായ്പ്പോഴും മോശമായ കാര്യമല്ല. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഉൽപ്പന്നം ആളുകൾ വിചാരിച്ചതിനേക്കാൾ മികച്ചതാണെങ്കിൽ അത് നിങ്ങളുടെ ബ്രാൻഡിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. എന്നാൽ മറിച്ചാണെങ്കിൽ അത് വലിയ തിരിച്ചടിയാകും. ഇവിടെയാണ് ഈ വാഗ്ദാനങ്ങൾ കുറച്ച് നൽകുക, കൂടുതൽ പ്രവർത്തിക്കുക എന്ന തത്വം പ്രസക്തമാകുന്നത്. ഈ വിദ്യ നിങ്ങൾക്ക് വശമാണെങ്കിൽ, ആളുകൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ചതാണ് നിങ്ങളുടെ ഉൽപ്പന്നമെന്ന് അവർക്ക് തോന്നിയാൽ ബിസിനസ്സിൽ നിങ്ങൾ വിജയിച്ചു. നമുക്ക് ഇതിന്റെ പ്രധാന വശങ്ങൾ നോക്കാം. കാഴ്ചപ്പാടാണ് യാഥാർത്ഥ്യം എന്ന തത്വം എന്താണ്? ഉപഭോക്താക്കൾ സാധാരണയായി ഒരു കാര്യത്തെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടത്തിയിട്ടല്ല ഒരു തീരുമാനമെടുക്കുന്നത്. മാർക്കറ്റിംഗ് വഴി അവർക്ക് ലഭിക്കുന്ന അറിവാണ് അവരുടെ സത്യം. അതുകൊണ്ടുതന്നെ ഒരു കമ്പനിയുടെ മൂല്യം പലപ്പോഴും നിശ്ചയിക്കപ്പെടുന്നത് അതിന്റെ ആന്തരികമായ അവസ്ഥയേക്കാൾ പുറമെയുള്ള ആളുകളുടെ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയാണ്. ഓഹരി വിപണിയിലൊക്കെ ഇത് നമ്മൾ കാണാറുണ്ട്. ആളുകൾ ഒരു കമ്പനിയെക്കുറിച്ച് നല്ലത് ചിന്തിക്കുമ്പോൾ അതിന്റെ മൂല്യം ഉയരുന്നു. പിന്നീട് യാഥാർത്ഥ്യം വെളിപ്പെടുമ്പോൾ അത് തകരുകയും ചെയ്യുന്നു. മിടുക്കരായ ബിസിനസ്സുകാർ ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നന്നായി ഉപയോഗിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം കസ്റ്റമർ എക്സ്പീരിയൻസ് ഗ്യാപ്പ് ആണ്. ബിസിനസ്സുകാർ ചിന്തിക്കുന്നതും ഉപഭോക്താക്കൾക്ക് അനുഭവപ്പെടുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ടാകാറുണ്ട്. ഏകദേശം 80% CEO-മാരും തങ്ങൾ ഉപഭോക്താക്കൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിശ്വസിക്കുമ്പോൾ, വെറും 8% ഉപഭോക്താക്കൾ മാത്രമാണ് അത് ശരിവെക്കുന്നത്. ഇതൊരു വലിയ വ്യത്യാസമാണ്. കമ്പനിയുടെ തലപ്പത്തുള്ളവർ താഴെത്തട്ടിലുള്ള ജീവനക്കാരുമായും ഉപഭോക്താക്കളുമായും നിരന്തരം സംസാരിക്കണം. എങ്കിൽ മാത്രമേ ഈ വിടവ് കുറയ്ക്കാനും ഉപഭോക്താക്കളെ കൂടെ നിർത്താനും സാധിക്കൂ. ബിസിനസ് മൂല്യനിർണ്ണയത്തിലും ഈ വ്യത്യാസം കാണാം. ഒരു ബിസിനസ് ഉടമ താൻ വലിയ തുക മുടക്കിയതുകൊണ്ട് തന്റെ സ്ഥാപനത്തിന് വലിയ വിലയുണ്ടെന്ന് വിശ്വസിച്ചേക്കാം. എന്നാൽ വിപണിയിലെ യാഥാർത്ഥ്യം അതല്ല.
ഒരു വാങ്ങുന്നയാൾ നൽകാൻ തയ്യാറുള്ള തുക മാത്രമാണ് ആ ബിസിനസ്സിന്റെ യഥാർത്ഥ വില. ചിലപ്പോൾ തിരിച്ചും സംഭവിക്കാം, ചില നിക്ഷേപകർ ഒരു ബിസിനസ്സിന് അതിന്റെ യഥാർത്ഥ മൂല്യത്തേക്കാൾ വലിയ വില നൽകിയെന്നും വരാം. നമ്മൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ്. AI ഉപയോഗിക്കുന്ന കമ്പനികൾക്ക് ഇപ്പോൾ വലിയ മൂല്യമാണ് നൽകുന്നത്. എന്നാൽ അവയ്ക്ക് അത്രത്തോളം മൂല്യമുണ്ടോ എന്ന് കണ്ടറിയണം. പണ്ട് ഉണ്ടായ .com തകർച്ച പോലെ ഇതൊരു കുമിളയാണോ എന്ന് നമുക്ക് പറയാനാകില്ല. അന്ന് പല കമ്പനികൾക്കും അമിതമായ മൂല്യം നൽകി, പക്ഷേ യാഥാർത്ഥ്യം വന്നപ്പോൾ അവ തകർന്നു വീണു. ജോലിസ്ഥലത്തെ കാര്യമെടുത്താലും ഇതുതന്നെയാണ് അവസ്ഥ. മാനേജർമാരുടെ പ്രകടനത്തെക്കുറിച്ച് അവർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകും, എന്നാൽ ജീവനക്കാർക്ക് അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കും. അതുകൊണ്ട് ബിസിനസ്സുകൾ തങ്ങളുടെ പുറമേയുള്ള പ്രതിച്ഛായയും അകത്തുള്ള പ്രവർത്തനങ്ങളും തമ്മിൽ യോജിപ്പിച്ചു കൊണ്ടുപോകണം. സ്വന്തം ബിസിനസ്സിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും വലിയ അഭിപ്രായമേ ഉണ്ടാകൂ. എന്നാൽ പുറത്തുള്ളവർ കാണുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സത്യസന്ധമായ ബ്രാൻഡിംഗ് നടത്തുക. വെറുതെ മാർക്കറ്റിംഗ് ചെയ്യാതെ നിങ്ങളുടെ ബ്രാൻഡിനെക്കുറിച്ച് സത്യസന്ധമായി കാര്യങ്ങൾ പറയുക. ഇത് ഉപഭോക്താക്കൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഉള്ള കാര്യം സത്യസന്ധമായി പറയുക, അമിതമായി പെരുപ്പിച്ചു കാണിക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ്സിന് ദീർഘകാലം നിലനിൽപ്പുള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾ യാഥാർത്ഥ്യത്തേക്കാൾ മുന്നിൽ നിൽക്കുന്നു. നമുക്ക് നൽകപ്പെടുന്ന വിവരങ്ങൾ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കുന്നു, പിന്നീട് വരുന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുന്നു. രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും വ്യക്തിപരമായ കാര്യങ്ങളിലും ഒക്കെ ഇത് നമ്മൾ കാണുന്നുണ്ട്. നന്ദി. ജോണി ലിൻഡ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ പുതിയ പാട്ട് ബുധനാഴ്ച റിലീസ് ആയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ചാനലിലുണ്ട്. റാഫേൽ സഞ്ജമാന്റെ വീഡിയോ ഉടൻ വരും. മേഗൻ മിച്ചലിന്റെ പുതിയ വീഡിയോയും ഈ ചാനലിൽ വരും. എല്ലാവരും അവരുടെ ചാനലുകൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്. അവസാന സമയം വരെ എല്ലാവരും കൂടെയുണ്ടാവണം. എല്ലാവർക്കും നന്ദി. തൽക്കാലം വിടവാങ്ങുന്നു. ബൈ.